താജ്മഹലിൽ മുഗൾ ചക്രവർത്തി ഷാജഹാന്റെ 369-ാം ഉറൂസ് സമാപിച്ചു. മുഗൾ ചക്രവർത്തിയുടെ ശവകുടീരത്തിൽ ചന്ദനം പുരട്ടൽ ഉൾപ്പെടെയുള്ള ചടങ്ങുകൾ നടത്തിയ ശേഷമാണ് ഉറൂസ് ചടങ്ങ് സമാപിച്ചത്. ഷാജഹാന്റെ ചരമദിനത്തിൽ താജ്മഹലിൽ നടത്തിയ ഉറൂസ് 3 ദിവസങ്ങളിലായാണ് അവസാനിച്ചത്. താജ്മഹലിൽ ഉറൂസ് സംഘടിപ്പിക്കുന്ന ഗുദ്ദാം-ഇ-റോസ കമ്മിറ്റിക്ക് വേണ്ടി താഹിറുദ്ദീൻ താഹിർ വാഗ്ദാനം ചെയ്ത പരമ്പരാഗതമായി 1560 മീറ്റർ നീളമുള്ള മൾട്ടി കളർ ഹിന്ദുസ്ഥാനി സത്രംഗി ചാദർ ആയിരുന്നു ചടങ്ങിൽ ഏറ്റവും പ്രധാനപ്പെട്ടത്. हिंदुस्तानी सतरंगी चादर है, किसी एक मजहब की नहीं है, किसी मुसलमान की नहीं है, किसी ईसाई की नहीं है, किसी भाई की नहीं है. ये सब हिंदू मुस्लिम सिख ईसाई सब मिल के इसको चढ़ाते हैं. तो यहाँ से हिंदुस्तान से एक अच्छा मैसेज पहुँचाते हैं. ताजमहल एक आगरा खूबसूरत जगह है जहाँ पे लोग हिंदू मुसलमान का एक तक प्रतीक सबूत पहुँचाते हैं. മുഗൾ ചക്രവർത്തി ഷാജഹാന്റെയും മുംതാസ് മഹലിന്റെയും യഥാർത്ഥ ശവകുടീരങ്ങൾ സ്ഥിതി ചെയ്യുന്ന ബേസ്മെന്റിലേക്കുള്ള പാത തുറന്നതാണ് ഈ 3 ദിവസങ്ങളിലെ ഹൈലൈറ്റ്. 3 ദിവസം നീണ്ടുനിന്ന ഉറൂസിൽ ചതുർപോഷി, സന്താൾ, ഗുസുൾ, കുൽ തുടങ്ങിയ ആചാരങ്ങളും ഉണ്ടായിരുന്നു. എല്ലാ വർഷവും ഈ ഉറൂസിന്റെ 3 ദിവസങ്ങളിൽ മാത്രമേ ഖബറിലേക്കുള്ള കവാടങ്ങൾ തുറക്കുകയുള്ളൂ. ഇത്തവണത്തെ ഉറൂസ് ചടങ്ങ് വാർത്തകളിൽ ഇടം നേടിയിരുന്നതാണ്. ഈ ചടങ്ങ് നിരോധിക്കണമെന്നാവശ്യപ്പെട്ട് ഹിന്ദു മഹാസഭ കോടതിയെ സമീപിച്ചതോടെയാണ് ഈ വർഷത്തെ ഉറൂസ് വാർത്തകളിൽ നിറഞ്ഞത്. ഉറൂസ് നടത്താൻ അനുവദിക്കരുതെന്ന് ആവശ്യപ്പെട്ട് ഹിന്ദു മഹാസഭയുടെ ജില്ലാ പ്രസിഡന്റ് സൗരഭ് ശർമ്മയാണ് ആഗ്ര കോടതിയിൽ ഹർജി നൽകിയത്. താജ്മഹൽ പൈതൃക സ്മാരകങ്ങളുടെ പട്ടികയിലുണ്ടെന്ന് ചൂണ്ടിക്കാട്ടിയാണ് ഉറൂസിനെതിരെ ഹിന്ദു മഹാസഭ ഹർജി നൽകിയത്. പ്രാചീനമായ ഹിന്ദു മതവിശ്വാസങ്ങളുമായി ബന്ധപ്പെട്ട വിഷയങ്ങളും ഹർജിയിൽ സൂചിപ്പിക്കുന്നുണ്ടെന്നാണ് വിവരം. ഇതുമായി ബന്ധപ്പെട്ട ചില തെളിവുകളും രേഖകളും തങ്ങളുടെ പക്കലുണ്ടെന്നാണ് ഹിന്ദു മഹാസഭയുടെ അവകാശവാദം. എന്നാൽ മാർച്ച് 4-ലാണ് ഹർജി കോടതി പരിഗണിക്കുക. ആർക്കിയോളജിക്കൽ സർവേ ഓഫ് ഇന്ത്യയുടെ കീഴിലുള്ള സ്മാരകങ്ങളിൽ മതചടങ്ങുകൾ അനുവദിക്കരുതെന്നും താജ്മഹലിനകത്ത് നടക്കുന്ന ഉറൂസ് നിയമവിരുദ്ധമാണെന്നുമാണ് ഹർജിക്കാരനായ സൗരവ് ശർമ്മ ചൂണ്ടിക്കാണിച്ചത്. കൂടാതെ ഉറൂസ് ചടങ്ങിന്റെ ഭാഗമായി 3 ദിവസം താജ്മഹലിലേക്ക് വിനോദസഞ്ചാരികൾക്ക് പ്രവേശനം സൗജന്യമാണെന്ന് ആഘോഷ കമ്മിറ്റി ചെയർമാൻ സയ്യിദ് ഇബ്രാഹിം സെയ്ദി പ്രഖ്യാപിച്ചിരുന്നു. താജ്മഹൽ തേജോമഹാലയ എന്ന ശിവക്ഷേത്രമാണെന്ന് അവകാശപ്പെടുന്ന ഹിന്ദു സംഘടനകൾ അവിടെ ഉറൂസ് പോലുള്ള പരിപാടികൾ ആഘോഷിക്കുന്നതിനെ എതിർക്കുന്നുണ്ട്. ഇതുമായി ബന്ധപ്പെട്ട് മുൻപ് നൽകിയ ഒരു കേസും ആഗ്ര കോടതിയിലുണ്ട്. ഹിന്ദു സംഘടനകളുടെയും വ്യക്തികളുടെയും ഇത്തരം അവകാശവാദങ്ങളുള്ള ഹർജികൾ സ്വീകരിക്കാൻ അലഹബാദ് ഹൈക്കോടതി സമീപകാലത്ത് വിസമ്മതിച്ചിരുന്നു. താജ്മഹലിൽ നടക്കുന്ന ഉറൂസിനെതിരെ ഹിന്ദു മഹാസഭ ദീർഘകാലമായി എതിർപ്പ് അറിയിച്ചിരുന്നെങ്കിലും ഇപ്പോൾ വിഷയം അവർ കോടതിക്ക് മുന്നിലെത്തിച്ചിരിക്കുന്നുവെന്നത് ശ്രദ്ധേയമാണ്.